ഇന്ന് ഞാൻ പതിപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് രാത്രിയിലാണ് വെച്ചിരിക്കുന്നത്. രാവിലെ നമുക്ക് അരച്ച ഉടൻ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെയായി നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരച്ച് നമുക്ക് മാവ് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ദോശ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കാം. വളരെ ഈസിയാണ്, വളരെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. തേങ്ങയുടെയൊക്കെ സ്വാദുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കാം. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. രാവിലെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. രാത്രി വെള്ളത്തിലിടുക, രാവിലെ അരച്ചെടുക്കുക, ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണിത് അരച്ചെടുത്തിരുന്നത്. ഇതിൻ്റെ കൂടെ ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ച് നല്ല മോര് പോലെയുള്ള പരുവത്തിലാക്കി എടുക്കണം നമ്മളിത്. ഞാനാകെ ഒരു 4 ഗ്ലാസ് വെള്ളത്തോളം ടോട്ടൽ ഒഴിച്ചിട്ടുണ്ട്. ഇളക്കി നോക്കി നമ്മളിത് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒട്ടും കട്ടി ഉണ്ടാകാൻ പാടില്ല. ഒഴിച്ച് കഴിഞ്ഞാൽ സ്പൂണിൽ ഒട്ടും നമുക്ക് മാവ് തങ്ങി നിൽക്കരുത്. ആ പാകമാകുമ്പോൾ നമുക്ക് വെള്ളം മതിയെന്ന് മനസ്സിലാവും. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം നമുക്കതിലേക്ക്. ടോട്ടൽ 4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, 1 ഗ്ലാസ് അരിക്ക്. നന്നായിട്ട് ഇളക്കി വയ്ക്കുക. ആവശ്യമുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി വയ്ക്കണം. ഇനി നമുക്കിതിനുള്ള ഒരു ചട്നി തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 5-8 കഷ്ണം ചുവന്നുള്ളി, 2 മുളക്. എരിവിന് കൂടുതൽ വേണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ചേർക്കാം. ഇനി മുളക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. മുളക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി അങ്ങ് മാറ്റിയേക്കല്ലേ, കൂടുതൽ കരിഞ്ഞു പോവുകയല്ലേ. അതുകൊണ്ട് ഉള്ളി ഒന്നുകൂടെ ഒന്ന് വഴറ്റി, അങ്ങനെ ഡീപ്പായി ഫ്രൈ ചെയ്യൊന്നും വേണ്ട, ചുമക്കൊന്നും വേണ്ട. ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നല്ല ടേസ്റ്റ് ചട്നിക്ക്. സാധാരണ നമ്മളൊന്നും പച്ചച്ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു അച്ഛനങ്ങളൊന്നും ഉണ്ടാക്കി നോക്കിയുള്ളൂ. നന്നായിട്ടുണ്ട്. ഇനി ഉള്ളി നമുക്കിതിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളക്, ഉള്ളി, ഒരു ചെറിയ കഷ്ണം പുളി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച് തേങ്ങ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ചട്നി കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കാശ്മീരി ചില്ലി പൗഡർ സ്വല്പം ഒന്നിട്ട് അരച്ചാൽ മതി. ഒരു 1/4 സ്പൂൺ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ ചട്നിക്ക് കളർ കാണും. ഇത് എരിവ് കൂടുതലുള്ളതുകൊണ്ട് ഞാനിതൊന്നും ചേർത്തിട്ടില്ല, മുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരുപാട് ലൂസാക്കണ്ട, നമുക്ക് ഈ പരുവത്തിലെടുത്താൽ മതിയാവും. കടു വറക്കണം. ലാസ്റ്റ് നമുക്ക് കടു വറക്കാം. നമുക്ക് ദോശ ഇടാനായിട്ട് തുടങ്ങാം.
നല്ല വെള്ളം ഈ പാകത്തിൽ ഇരിക്കണം. ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായി വരട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് ഓരോ തവി മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കണം. അത് ചൂടായതിന് ശേഷം മാത്രമേ നമ്മളിതുപോലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഷേപ്പ് വരത്തില്ല, കണ്ടല്ലേ, വല വല പോലെ വരണം. അപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാത്തിടത്തൊക്കെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് സമയം, സാധാരണ ദോശ ഇടുന്നതിനായിട്ട് കുറച്ച് കൂടുതൽ സമയം ഇതിന് വേണ്ടി വരും. തീ കുറച്ചല്ലേ വെക്കുന്നത്, കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഒരു സൈഡ് മാത്രം മൂത്താൽ മതിയാവും. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല വെള്ള കളറുള്ള ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം. കടയിൽ സാധാരണ നീര് ദോശ എന്നാണ് ഇതിന് പറയുന്നത്. നീരെന്ന് പറഞ്ഞാൽ വെള്ളം എന്നാണ് അർത്ഥം. അപ്പോൾ അവർക്ക് ഫംഗ്ഷനെല്ലാം തന്നെ നമുക്ക് പാലപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണിത്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ നമ്മുടെ നീര് ദോശയും അതിൻ്റെ ഒരു സൂപ്പർ ചട്നി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.